നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സമകാലികം ജനുവരി 2024 അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. അപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയതാണ് ജാപ്പനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷകപ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് സ്വന്തമാക്കി. അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷകപ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് എന്ന സിനിമ സ്വന്തമാക്കി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന ചിത്രത്തിന് ലഭിച്ചു. അപ്പോൾ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയ്ക്കും ലഭിച്ചു. നമുക്കൊന്നുകൂടെ നോക്കാം. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷകപ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് എന്ന സിനിമ സ്വന്തമാക്കി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം നേടിയത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയ്ക്കാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഏത് സിനിമയാണ്? ജാപ്പനീസ് സിനിമയായ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷകപ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് ഏത് സിനിമയ്ക്കാണ്? അതെ, ഫാസിൽ റസാഖിൻ്റെ തടവ് എന്ന സിനിമയ്ക്കാണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം നേടിയത് ഏതാണ്? ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയ്ക്കാണ്. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ഏത് സിനിമയ്ക്കാണ്? ആട്ടം എന്ന സിനിമയ്ക്കാണ് മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. അപ്പോൾ ക്യാപ്റ്റൻ ഫാത്തിമ വസീം ആരാണ്? ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. ആ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ആരാണ്? ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ഫാത്തിമ വസീം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഈ നേട്ടം കൈവരിച്ചത്. അപ്പോൾ ആർക്കെതിരെയാണ്? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. ആർക്കെതിരെയാണ് പുള്ളി സെഞ്ചുറി നേടിയത്? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? സഞ്ജു വി സാംസൺ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരം. സഞ്ജു വി സാംസൺ.
ഇ.വി. രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദശകാലങ്ങൾ എന്ന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച പുസ്തകം ഏതാണ്? മലയാള നോവലിൻ്റെ ദശകാലങ്ങൾ. മലയാള നോവലിൻ്റെ ദശകാലങ്ങൾ. ആരാണ് ഈ പുസ്തകം എഴുതിയത്? ഇ.വി. രാമകൃഷ്ണൻ. ഇ.വി. രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദശകാലങ്ങൾ എന്ന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ആരാണ് എഴുതിയത്? ഇ.വി. രാമകൃഷ്ണൻ. ഇ.വി. രാമകൃഷ്ണൻ. ഏത് പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചത്? മലയാള നോവലിൻ്റെ ദശകാലങ്ങൾ. മലയാള നോവലിൻ്റെ ദശകാലങ്ങൾ എന്ന പുസ്തകത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ശരണബാല്യം. അപ്പോൾ ശരണബാല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ശരണബാല്യം. അപ്പോൾ ശരണബാല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ശരണബാല്യം. സ്ലൈഡ് നമുക്കൊന്നുകൂടെ നോക്കാം. ഇ.വി. രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ശരണബാല്യം. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. അപ്പോൾ 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി നടന്നത്. എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? 29 രാജ്യങ്ങൾ. അപ്പോൾ 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര AI ഉച്ചകോടി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചോണം. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹി. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാടെക്കിന്. ഇഗ സ്വിയാടെക്കിനാണ് വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം ഇഗ സ്വിയാടെക്കിന്. ഇഗ സ്വിയാടെക്കിനാണ് വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇവർ പോളിഷ് താരമാണ്. പോളിഷ് താരമായ ഇഗ സ്വിയാടെക്കിന്. ഇഗ സ്വിയാടെക്കിന്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയായി. അപ്പോൾ ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ അതിഥി ആരായിരുന്നു? ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു മുഖ്യ അതിഥി. അപ്പോൾ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയായി. അപ്പോൾ ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ അതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് നടന്നത്. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാടെക്കിന്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയായി. അപ്പോൾ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയായി. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. അപ്പോൾ സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഏതാണ്? ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. ഇതിലെ ഗാനങ്ങൾക്കും
പശ്ചാത്തല സംഗീതത്തിനും ഓസ്കർ നോമിനേഷൻ ലഭിച്ചു. അപ്പോൾ ഏതിലെ ഗാനങ്ങൾക്കാണ്? ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനുമാണ് ഓസ്കാർ നോമിനേഷൻ ലഭിച്ചത്. അപ്പോൾ ആരുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമയാണ് ഫേസ് ഓഫ് ദ ഫേസ്ലെസ്? സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കർ നോമിനേഷൻ ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോവ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് ഇതിൻ്റെ വലുപ്പം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ ഏതാണ്? സൂറത്ത് ഡയമണ്ട് ബോവ്സ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സൂറത്ത് ഡയമണ്ട് ബോവ്സ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിൻ്റെ വലുപ്പം എത്രയാണ്? 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് ഈ ഓഫീസ് സമുച്ചയത്തിൻ്റെ വലുപ്പം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോവ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് ഇതിൻ്റെ വലുപ്പം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി പ്രമോദ് അഗർവാൾ നിയമിതനായി. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ ആരാണ്? പ്രമോദ് അഗർവാളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? അതെ, പ്രമോദ് അഗർവാളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. റാണി സിസ്റ്റർ മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോവ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് ഇതിൻ്റെ വലുപ്പം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി പ്രമോദ് അഗർവാൾ നിയമിതനായി. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ ആരാണ്? പ്രമോദ് അഗർവാൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ ആരാണ്? പ്രമോദ് അഗർവാളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസാവിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ലഭിച്ചു. അപ്പോൾ ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസാവിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. അപ്പോൾ എന്ത് സമ്മാനമാണ് ലഭിച്ചത്? ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. ആർക്കാണ് ലഭിച്ചത്? ISROയ്ക്ക്. ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം നൽകുന്നത് ആരാണ്? ഐസ്ലാൻഡിലെ ഹൂസാവിക് മ്യൂസിയമാണ് ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം നൽകുന്നത്. ഈ വർഷം ലഭിച്ചതാർക്കാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയ്ക്കാണ് ഐസ്ലൻഡിലെ ഹൂസാവിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ലഭിച്ചത്. ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരീപ്പുഴ ശ്രീകുമാറിന്. അപ്പോൾ ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? കവി കുരീപ്പുഴ ശ്രീകുമാറിന്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ ചെന്നൈയിലുള്ള ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കുരീപ്പുഴ ശ്രീകുമാറിനാണ് ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ആശാൻ സ്മാരക പുരസ്കാരം. അപ്പോൾ ആശാൻ സ്മാരക പുരസ്കാരം ആരാണ്
നൽകുന്നത്? ചെന്നൈ ആശാൻ മെമ്മോറിയൽ. ചെന്നൈയിലുള്ള ആശാൻ മെമ്മോറിയലാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസാവിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ലഭിച്ചു. ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? കുരീപ്പുഴ ശ്രീകുമാറിന്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏത് പുരസ്കാരം? ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാർ, നൽകിയത് ചെന്നൈയിലുള്ള ആശാൻ മെമ്മോറിയൽ. ആശാൻ മെമ്മോറിയലാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരങ്ങൾ നൽകുന്നത്. 2 ഇന്ത്യൻ ഹോക്കി താരങ്ങൾക്ക് അംഗീകാരം ലഭിച്ചു. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായതാരാണ്? ഹാർദിക് സിംഗ്. ഹാർദിക് സിംഗ് ആണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വനിതാ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? സവിത പൂനിയ. സവിത പൂനിയയാണ് മികച്ച വനിതാ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമാരാണ്? ഹാർദിക് സിംഗ്. വനിതാ ഗോൾ കീപ്പർ ആരാണ്? സവിത പൂനിയ. സവിത പൂനിയ. സവിത പൂനിയയാണ് മികച്ച വനിതാ ഗോൾ കീപ്പർ. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ആസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് 24.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത്. അപ്പോൾ IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് അർഹനായതാരാണ്? ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക്. ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്കാണ് IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് അർഹനായത്. എത്ര രൂപയാണ്? 24.75 കോടി രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ആരാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് മിച്ചൽ സ്റ്റാർക്കിനെ 24.75 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയത്. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ആസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് 24.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ B. ഇക്ബാൽ രചിച്ച മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ B. ഇക്ബാൽ രചിച്ച മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ B. ഇക്ബാലിന്. അദ്ദേഹം രചിച്ച ഏത് കൃതിക്കാണ്? മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം എന്ന കൃതിക്കാണ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ B. ഇക്ബാലിന്. അദ്ദേഹം രചിച്ച കൃതി ഏതാണ്? മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് തങ്കിറെഡ്ഡിയും അർഹരായി. അപ്പോൾ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും അർഹരായി.
മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കറിന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡും ലഭിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ലൈഡാണ്, 2-3 പ്രാവശ്യം പറഞ്ഞു പഠിക്കുക. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ്? ധ്യാൻചന്ദ് അവാർഡ്. ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയുമാണ് ഈ വർഷത്തെ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് അർഹരായത്. മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡുകൾ നേടി. അപ്പോൾ അർജുന അവാർഡുകൾ ആർക്കൊക്കെയാണ്? മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കരന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡും ലഭിച്ചു. അപ്പോൾ ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് നൽകുന്നത്? മികച്ച പരിശീലകനുള്ള അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. അപ്പോൾ മികച്ച പരിശീലകനുള്ള അവാർഡ് ഏതാണ്? ദ്രോണാചാര്യ അവാർഡ്. നമുക്ക് സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും അർഹരായി. മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കരന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡും ലഭിച്ചു. ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണറാം ശർമ്മ 70-ാം വയസ്സിൽ അന്തരിച്ചു. തൻ്റെ 24-ാമത്തെ വയസ്സിൽ 1977 സ്വന്തം സഹോദരനിൽ നിന്നും വൃക്ക സ്വീകരിച്ചത്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. അപ്പോൾ ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യക്കാരനായ കൃഷ്ണറാം ശർമ്മയാണ് ഏഷ്യയിൽ തന്നെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തി കൃഷ്ണറാം ശർമ്മ. അദ്ദേഹം 70-ാം വയസ്സിൽ അന്തരിച്ചു. തൻ്റെ 24-ാമത്തെ വയസ്സിലാണ് 1977 സ്വന്തം സഹോദരനിൽ നിന്നും വൃക്ക സ്വീകരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണ്? ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. അപ്പോൾ ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണറാം ശർമ്മ 70-ാം വയസ്സിൽ അന്തരിച്ചു. തൻ്റെ 24-ാമത്തെ വയസ്സിൽ 1977 സ്വന്തം സഹോദരനിൽ നിന്നും വൃക്ക സ്വീകരിച്ചത്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്നും വിരമിച്ചു. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരാണ്? ഹേമലതയാണ് മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ. അപ്പോൾ PSC ഇത് 2 രീതിയിൽ ചോദിക്കാം. ഹേമലത ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരാണ്? ഹേമലതയാണ് മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ. ഹേമലത. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി. അപ്പോൾ 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയയാണ് 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ. അപ്പോൾ ബ്രിക്സിലേക്ക് പുതിയ സ്ഥിരാംഗങ്ങൾ എത്തി. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. അപ്പോൾ 5 പുതിയ രാജ്യങ്ങൾ കൂടി ബ്രിക്സിൽ അംഗമായി. ഏതൊക്കെയാണ്? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. അപ്പോൾ ഇപ്പോൾ ബ്രിക്സിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്?
10 അംഗങ്ങളാണ് ഇപ്പോൾ ബ്രിക്സിൽ ഉള്ളത്. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി BR ഗവായി നിയമിതനായി. അപ്പോൾ ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജഡ്ജി BR ഗവായി. ജഡ്ജസ് BR ഗവായിയാണ് ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ ആരാണ്? സുപ്രീം കോടതി ജഡ്ജിയായ BR ഗവായിയാണ് ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി ആരാണ് നിയമിതനായത്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത്. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇപ്പോൾ ബ്രിക്സിന്റെ സ്ട്രെങ്ത് എത്രയാണ്? 10. ഇപ്പോൾ 10 രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഉള്ളത്. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി BR ഗവായി നിയമിതനായി. സുപ്രീം കോടതി ജഡ്ജി BR ഗവായിയാണ് ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത്. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റിക്സ് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് ലഭിച്ചു. അപ്പോൾ 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റിക്സ് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. വിരാട് കോഹ്ലിക്കാണ് 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റിക്സ് പുരസ്കാരം ലഭിച്ചത്. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റിക്സ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. സുജലം. അപ്പോൾ സുജലം എന്നാൽ എന്താണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. സുജലം. സുജലം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം. 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 തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്യാൽ സ്ഥാനമേറ്റു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ ഡിവിഷണൽ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്ലിയാൽ സ്ഥാനമേറ്റു. ഡോക്ടർ മനീഷ് തപ്ലിയാലാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ പുതിയ മേധാവി. അപ്പോൾ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ പുതിയ മേധാവി ആരാണ്? മനീഷ് തപ്ലിയാൽ. ഡോക്ടർ മനീഷ് തപ്ലിയാലാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ പുതിയ മേധാവി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി മലയാളിയായ MR വിജി ചുമതലയേറ്റു. അപ്പോൾ മലയാളിയായ MR വിജയിയാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ അഡീഷണൽ റെയിൽവേ മാനേജർ. അപ്പോൾ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ അഡീഷണൽ റെയിൽവേ മാനേജർ ആരാണ്? MR വിജി. MR വിജിയാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ അഡീഷണൽ റെയിൽവേ മാനേജർ. അപ്പോൾ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ ഡിവിഷണൽ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്ലിയാലും തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ അഡീഷണൽ റെയിൽവേ മാനേജരായി മലയാളിയായ MR വിജിയും ചുമതലയേറ്റു. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റിക്സ് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് ലഭിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. സുജലം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്ലിയാൽ സ്ഥാനമേറ്റു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ അഡീഷണൽ റെയിൽവേ മാനേജരായി മലയാളിയായ MR വിജിയും ചുമതലയേറ്റു.
പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർകാശ്. ഡോക്ടർ സവേര പർകാശാണ് പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത ആരാണ്? ഡോക്ടർ സവേര പർകാശ്. ഡോക്ടർ സവേര പർകാശാണ് പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ആയി രശ്മി ശുക്ല നിയമിതയായി. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ DGP ആയി ആരാണ് നിയമിതയായത്? രശ്മി ശുക്ല. രശ്മി ശുക്ലയാണ് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ DGP ആയി നിയമിതയായത്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ DGP ആരാണ്? രശ്മി ശുക്ല. രശ്മി ശുക്ലയാണ് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ DGP. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. അപ്പോൾ 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. അപ്പോൾ ഓപ്പൺഹൈമർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺഹൈമർ എന്ന സിനിമ സംവിധാനം ചെയ്തത്. ഓപ്പൺഹൈമർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. ക്രിസ്റ്റഫർ നോളൻ. ഈ സിനിമയിൽ ഓപ്പൺഹൈമറായിട്ട് വേഷമിട്ടത് ആരാണ്? കിലിയൻ മർഫി. കിലിയൻ മർഫിയാണ് ഓപ്പൺഹൈമർ എന്ന സിനിമയിൽ ഓപ്പൺഹൈമറായി വേഷമിട്ടത്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതനായി. അപ്പോൾ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഗബ്രിയേൽ അത്താൽ. ഗബ്രിയേൽ അത്താലാണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഗബ്രിയേൽ അത്താൽ. ഗബ്രിയേൽ അത്താലാണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി. ഗബ്രിയേൽ അത്താൽ. ഗബ്രിയേൽ അത്താൽ. നമുക്ക് സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർകാശ്. ഡോക്ടർ സവേര പർകാശാണ് പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ആയി നിയമിതയായത് രശ്മി ശുക്ല. രശ്മി ശുക്ലയാണ് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ DGP. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. ഈ സിനിമയിൽ ഓപ്പൺഹൈമറായിട്ട് വേഷമിട്ടത് കിലിയൻ മർഫി എന്ന നടനാണ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതനായി. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അത്താൽ. ഗബ്രിയേൽ അത്താൽ. അലി അബു സവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബാരൻ ബോമിയൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. അപ്പോൾ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ആർക്കൊക്കെയാണ്? അലി അബു സവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബാരൻ ബോയ്മിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? അലി അബു സവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബാരൻ ബോയ്മിൻ. ഡാനിയൽ ബാരൻ ബോയ്മിൻ എന്നിവർക്കാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് അലി അബു സവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബരൻ ബോയ്മിൻ. ഡാനിയൽ ബരൻ ബോയ്മിൻ. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയ്ക്ക്. അപ്പോൾ ഈ വർഷത്തെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയ്ക്ക്. PR കുമാര കേരളവർമ്മയ്ക്കാണ് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? PR കുമാര കേരളവർമ്മ. PR കുമാര കേരളവർമ്മയ്ക്കാണ് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആരാണ് ജേതാക്കളായത്? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത്. അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് ആരാണ്?
കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയാണ് കലോത്സവത്തിൽ ജേതാക്കളായത്. ഒന്നുകൂടെ നോക്കാം. അലി അബു സവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബരൻ ബോമയിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം. പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മയ്ക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി. ജേതാക്കളായതാരാണ്? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനം ഏതാണ്? സമർ. സമർ. സമറാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനം. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. സമർ. സമറാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? INS ഇംഫാൽ. INS ഇംഫാൽ. INS ഇംഫാലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. INS ഇംഫാൽ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ 2024 ഭാഗ്യചിഹ്നമാണ് വീരമംഗൈ വേലു നാച്ചിയാർ. അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഏതാണ്? വീരമംഗൈ വേലു നാച്ചിയാർ. വീരമംഗൈ വേലു നാച്ചിയാർ. വീരമംഗൈ വേലു നാച്ചിയാറാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഏതാണ്? വീരമംഗൈ വേലു നാച്ചിയാർ. വീരമംഗൈ വേലു നാച്ചിയാർ. വീരമംഗൈ വേലു നാച്ചിയാറാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായിക്ക് ലഭിച്ചത്. അപ്പോൾ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ദുബായി. ദുബായിയാണ് സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായിക്ക് ലഭിച്ചത്. അപ്പോൾ ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസറിൻ്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായിക്ക് ലഭിച്ചത്. അപ്പോൾ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായിക്ക് ലഭിച്ചത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. ഓടക്കുഴൽ അവാർഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റുകളാണ്, മനസ്സിരുത്തി പഠിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? കവി PN ഗോപികൃഷ്ണന്. കവി PN ഗോപികൃഷ്ണനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. അപ്പോൾ ഏത് കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ആർക്കാണ് ലഭിച്ചത്? PN ഗോപികൃഷ്ണന്. കവി PN ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് എന്ന
കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. അപ്പോൾ വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. ചിലപ്പോൾ PSC ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ഉസ്താദ് റാഷിദ് ഖാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് ഉസ്താദ് റാഷിദ് ഖാൻ. എന്താണ്? വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് ഉസ്താദ് റാഷിദ് ഖാൻ. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ അന്തരിച്ചു. അപ്പോൾ ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ അന്തരിച്ചു. അപ്പോൾ ബെക്കൻബോവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഖ്യാതനായ ജർമ്മൻ ഫുട്ബോളറാണ്. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമാണ് ഫ്രാൻസ് ബെക്കൻബോവർ. ഫ്രാൻസ് ബെക്കൻബോവർ. അപ്പോൾ ഫ്രാൻസ് ബെക്കൻബോവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഖ്യാതനായ അല്ലെങ്കിൽ ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമാണ് ഫ്രാൻസ് ബെക്കൻബോവർ. അപ്പോൾ വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവറും അന്തരിച്ചു. ആരാണ്? ഫ്രാൻസ് ബെക്കൻബോവർ, ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ആനുകാലികം 2024 ജനുവരി പാർട്ട് 1 ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണും വരയ്ക്കും ഗുഡ് ബൈ.